കടലിൻ്റെ മക്കൾക്ക് കാവലാണ് കടൽ. കലിപൂണ്ട കടലിനോട് മല്ലടിച്ച് അവർ ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. ചെമ്മിക്കെട്ടാണ് ഞങ്ങളുടെ മുൻവശം, പുറകോശം കടൽ. ഒട്ടും വഴിയില്ല ഞങ്ങൾക്ക്. ഇത് ഒരാളോടും പറഞ്ഞിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. സുനാമി കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് ഈ അനുഭവം. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു ഒന്നും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തേടിപ്പാടി കൊണ്ടുവരും, അത് ഉപ്പുവെള്ളം കയറി അത് നശിച്ചു പോകും. പിന്നെ അടുത്ത കൊല്ലം ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, തേടിപ്പാടി കൊണ്ടുവരും, പിന്നെയും പോകും. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്കിപ്പോൾ പോകണമെങ്കിൽ വെള്ളം നീന്തി പോകണം, ആരെങ്കിലും കടത്തിക്കില്ല, കൈ ഓർത്ത് പോകണം. എന്നിട്ടും കടലടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കൂട്ടാക്കൂല. അത് അങ്ങനെ പോകും. പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നെങ്കിൽ കടലായിരിക്കും, വരൂല. ഗ്യാസ് ഇറക്കാനായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താലേ കിട്ടുള്ളേ. ഇങ്ങോട്ട് വണ്ടി വരില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും ഇത് തന്നെയാണ് പണി ഞങ്ങളുടെ. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വസ്തുവും വരില്ല. കറണ്ട് ബില്ലിന് മാത്രം അതിന് കാശ് കിട്ടാനായിട്ട് അവർ വലിയ വരലുണ്ട്. വേറെ ആരും ഇവിടെ വരാറില്ല. നമ്മുടെ ജീവനും സ്വത്തിനും മെക്കത്തിനും സംരക്ഷണം സർക്കാർ ചെയ്യണ്ടേ? എന്ത് പണി ചെയ്താലും ഇത് പാതി വഴി കിട്ടുന്നതാണ് പോണത്. അതാണ് സങ്കടം. ഇപ്പം നമ്മൾ ജീവിച്ച് നമ്മുടെ മക്കൾക്ക് ഇനി ജീവിക്കണ്ടേ? എന്താണ് നടക്കണേന്ന് അറിയാൻ പറ്റില്ല. ഒരുപാട് കുഞ്ഞുങ്ങളും 60 വയസ്സിന് മേലുള്ള പ്രായമുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. രാത്രിയിലൊക്കെ ഒരു അസുഖം വന്നാൽ ഇവിടെ കിടന്ന് മരിക്കലല്ലാണ്ട് ഞങ്ങൾക്കൊരു വണ്ടി വരും. കലിപൂണ്ട കടലിൽ താറുമാറായ ജീവിതങ്ങളുടെ കഥയാണിത്. കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. കനിവുണ്ടാവണം അധികാരികൾക്ക്. വിജയ് സുദ്വാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.